ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഗോതമ്പ് പൊടി റവയും വെച്ച് സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഒരു പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. 2 അച്ച് ശർക്കര 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. പതപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉരുക്കി അരിച്ച് വെച്ചേക്കണ ശർക്കര പാനി ചൂടോടുകൂടിയാണ് ചേർക്കണേ. 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് മാവ് കട്ടതിലില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കലക്കുമ്പോൾ ശർക്കര പാനി തികയാണ്ട് വരികയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഈ പാകത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ നെയ്യ് എല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് റവ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവിൻ്റെ പാവും കറക്റ്റാണ്. നമുക്ക് ഇതിലേക്ക് നാളികേരക്കൊത്ത് വറുത്തിടാം. 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നാളികേരക്കൊത്തൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് ചേർത്തോളാം. നാളികേരക്കൊത്ത് നല്ലോണം കളർ മാറി ഇത് നമുക്ക് മാവിലേക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കറുത്ത എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ പാകത്തിന് ചൂടായിട്ടുള്ളൂ കേട്ടോ. ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇനി ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം അടിഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ഉള്ളു വെന്ത് കിട്ടുള്ളൂ. ഒരു ട്രിപ്പ് ഇട്ട് റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത്രയ്ക്ക് സോഫ്റ്റും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.